എക്യുപ്മെന്റ് ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടെസ്റ്റിന്റെ പേര് വരുന്നത് റിബൗണ്ട് ഹാമർ ടെസ്റ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണിത്. റിബൗണ്ട് ഹാമർ എന്നാണ് നമ്മൾ ഈ എക്യുപ്മെന്റിന്റെ പേര് പറയുന്നത്. ഇതിന് നമുക്ക് മറ്റൊരു പേര് വരുന്നത് സ്വിസ് ഹാമർ അല്ലെങ്കിൽ ഷിമെഡ് ഹാമർ എന്നാണ് പറയുന്നത്. ഒരു സ്വിസ് എഞ്ചിനീയർ ഏർണസ്റ്റ് ഷിമെഡ് ആണ് ഇൻവെന്റ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷിമെഡ് ഹാമർ ടെസ്റ്റ്. ഒരു കോൺക്രീറ്റ് അതിന്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്തുന്നത് 28 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺലി റിബൗണ്ട് ഹാമർ യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് റിബൗണ്ട് ഹാമർ ടെസ്റ്റ്. നമ്മുടെ റിബൗണ്ട് ഹാമർ ഇപ്പോൾ റെഡി ടു യൂസ് ഇൻ കണ്ടീഷൻ അല്ല. നമ്മൾ ഇതിന്റെ ടിപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പ്ലഞ്ചർ പുറത്തോട്ട് വരും. ഇതാണ് റെഡി ടു യൂസ് ഇൻ കണ്ടീഷൻ. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 516 പാർട്ട് 5 സെക്ഷൻ 4 അനുസരിച്ച് നമുക്ക് ഈ റിബൗണ്ട് ഹാമറിനെ 3 ഡിറക്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലഞ്ചർ മുകളിലോട്ടാണെങ്കിൽ വെർട്ടിക്കൽ ഡിറക്ഷൻ, നമ്മുടെ പ്ലഞ്ചർ താഴോട്ടാണെങ്കിൽ വെർട്ടിക്കൽ ഡൗൺ ഡിറക്ഷൻ, നമ്മുടെ എക്യുപ്മെന്റിന്റെ പ്ലഞ്ചർ മുകളിലോട്ടാണെങ്കിൽ വെർട്ടിക്കൽ അപ്പ് ഡിറക്ഷൻ, പ്ലഞ്ചർ താഴ്ഭാഗത്തേക്കാണെങ്കിൽ വെർട്ടിക്കൽ ഡൗൺ ഡിറക്ഷൻ, പ്ലഞ്ചർ സൈഡുകളിലോട്ടാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിറക്ഷൻ. ഇതുകൂടാതെ മറ്റു 2 ഡിറക്ഷനുകളാണ് പോസിറ്റീവ് 45ഉം നെഗറ്റീവ് 45ഉം. പക്ഷെ IS കോഡിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രാക്ടിക്കലി 3 ഡിറക്ഷൻസ് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. വെർട്ടിക്കൽ അപ്പ് അതായത് പ്ലഞ്ചർ മുകളിലോട്ട്, വെർട്ടിക്കൽ ഡൗൺ പ്ലഞ്ചർ താഴോട്ട്, ഹൊറിസോണ്ടൽ സൈഡുകളിലോട്ട്. ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളുടെ പ്ലഞ്ചർ ഹൊറിസോണ്ടൽ ആയിട്ടും, ഹൊറിസോണ്ടൽ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളുടെ പ്ലഞ്ചർ വെർട്ടിക്കൽ അപ്പായിട്ടോ വെർട്ടിക്കൽ ഡൗൺ ആയിട്ടോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. The main parts of a ribbon hammer: plunger, impact spring, rider on the guide rod, window and scale, hammer guide, release catch, compression spring, locking button, housing, hammer mass. Principle of a ribbon hammer: when a plunger of a ribbon hammer is pressed against the surface of a concrete, the spring controlled mass rebounds and the extent of such rebound depends upon the surface of the concrete, the surface hardness, and therefore the rebound is taken to be related to the cross section of concrete. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കോൺക്രീറ്റ് സർഫസിൽ റിബൗണ്ട് ഹാമർ വെച്ചിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ റീഡിങ്ങിൽ ഇപ്പോൾ 0-യിലാണ് നമ്മുടെ റീഡിങ് ലൈ ചെയ്യുന്നത്. മെഷർമെന്റ് യൂണിറ്റിൽ 0-യിലാണ് ലൈ ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഡിറക്ഷൻ പ്ലഞ്ചർ താഴ്ഭാഗത്തേക്ക് അതായത് വെർട്ടിക്കൽ ഡൗണിലേക്കാണ്. ഞാൻ അതിനുശേഷം കോൺക്രീറ്റ് സർഫസിൽ പ്ലഞ്ചർ ഞാൻ പ്രസ് ചെയ്തതിനു ശേഷം പുറകിൽ നിന്നൊരു മാസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മാസ് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ ലോക്ക് അമർത്തുകയാണ്. ലോക്ക് അമർത്തി കഴിഞ്ഞാൽ പ്ലഞ്ചർ ഇവിടെ ലോക്ക് ആകും. 0-യിൽ നിന്നും നമ്മുടെ റീഡിംഗ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പോയിന്റിന്റെ റിബൗണ്ട് നമ്പർ.